നമസ്കാരം. ട്രംപിന്റെ താരിഫ് സമ്മർദ്ദ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രസീൽ പ്രസിഡന്റ് ലൂല ഡസിൽവയും തമ്മിൽ ഫോണിൽ സംസാരിച്ചു. ഇരു രാജ്യങ്ങളും യുഎസിൽ നിന്ന് 50% തീരുവയെ നേരിടുമ്പോൾ ഫോൺ സംഭാഷണത്തിന് അധിക പ്രസക്തിയുണ്ട്. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളാണ് ഇരു നേതാക്കളും ചർച്ച ചെയ്തത്. പ്രസിഡന്റ് ലൂലയുമായി നല്ലൊരു സംഭാഷണം നടത്തി. എന്റെ ബ്രസീൽ സന്ദർശനം അവിസ്മരണീയവും അർത്ഥവത്തും ആക്കിയതിന് അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. വാണിജ്യം, ഊർജം, ടെക്നോളജി, പ്രതിരോധം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ തന്ത്രപ്രധാന പങ്കാളിത്തം ആഴത്തിലുള്ളതാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്, മോദി എക്സിലെ പോസ്റ്റിൽ പറഞ്ഞു. ട്രംപിന്റെ തീരുവകളെ നേരിടുന്നതിനെക്കുറിച്ച് ബ്രിക്സ് ഗ്രൂപ്പിൽ ചർച്ച ആരംഭിക്കുമെന്ന് ഇന്നലെ ലൂല ഡസിൽവെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇരുവരും തമ്മിൽ ഇന്ന് ഫോണിൽ സംസാരിച്ചത്. രാജ്യാന്തര സാമ്പത്തിക സാഹചര്യത്തെക്കുറിച്ചും ഏകപക്ഷീയ താരിഫുകളെക്കുറിച്ചും തങ്ങൾ ചർച്ച ചെയ്തതായി ലൂല ഡസിൽവെ എക്സിൽ കുറിച്ചു. ബ്രസീലിനെയും ഇന്ത്യയുമാണ് താരിഫ് വർധന ഏറ്റവും അധികം ബാധിക്കുക. ബഹുമുഖ സഹകരണം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യവും നിലവിലെ സാഹചര്യങ്ങളുടെ വെല്ലുവിളികൾ നേരിടുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തു. ബ്രിക്സ് ഉച്ചകോടിയുടെ വിജയവും കൂട്ടായ്മയുടെ അടുത്ത അധ്യക്ഷത വഹിക്കുന്ന ഇന്ത്യയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് സംബന്ധിച്ചും ചർച്ച ചെയ്തു. അധിക താരിഫിലെ ഇളവിനു വേണ്ടി ട്രംപുമായി സംസാരിക്കില്ലെന്ന് ലൂല ഡസിൽവെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. താൻ മോദിയെയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെയും വിളിക്കുമെന്നും എന്നാൽ യാത്ര ചെയ്യാൻ സാധിക്കാത്ത പുടിനുമായി സംസാരിക്കില്ലെന്നും ലൂല വ്യക്തമാക്കിയിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പിഴയായി 25% അധിക നികുതി ചുമത്തിയത് അന്യായമെന്നാണ് ഇന്ത്യ പറഞ്ഞത്. ആകെ 50% തീരുവ ഏർപ്പെടുത്തിയ യുഎസ് പ്രസിഡന്റിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരോക്ഷ മറുപടി നൽകിയിരുന്നു. കർഷകരുടെ താൽപര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ തീരുമാനത്തിന് വലിയ വില നൽകേണ്ടി വന്നേക്കാമെങ്കിലും കർഷകർക്കായി അതിന് തയ്യാറാണെന്നും ഡോക്ടർ MS സ്വാമിനാഥൻ ജന്മശതാബ്ദി സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. ട്രംപ് ആദ്യം പ്രഖ്യാപിച്ച 25% തീരുവ വ്യാഴാഴ്ച പ്രാബല്യത്തിൽ വന്നു. ഇന്നലെ പ്രഖ്യാപിച്ച 25% തീരുവ ഓഗസ്റ്റ് 27-ന് നിലവിൽ വരും. തീരുവ വർദ്ധിപ്പിച്ചതോടെ കയറ്റുമതി മേഖല വലിയ തിരിച്ചടി നേരിട്ടേക്കും. അതേസമയം ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ ഷു ഫെങ്ഷോങ് ട്രംപിനെ വിമർശിച്ച് എക്സിൽ കുറിപ്പിട്ടു. ഭീഷണി മുഴക്കുന്ന ആൾക്ക് 1 ഇഞ്ച് നൽകൂ, അയാൾ 1 മൈൽ എടുക്കും. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയും ബ്രസീൽ പ്രസിഡന്റ് ലൂലയുടെ മുഖ്യ ഉപദേഷ്ടാവ് സെൽസോ അമോറിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലെ ഒരു വാക്യവും ചൈനീസ് അംബാസിഡർ ഉദ്ധരിച്ചു. മറ്റ് രാജ്യങ്ങളെ അടിച്ചമർത്താൻ താരിഫുകൾ ആയുധമാക്കി ഉപയോഗിക്കുന്നത് UN ചാർട്ടറിന്റെ ലംഘനമാണ്. ലോക വ്യാപാര സംഘടന ചട്ടങ്ങളുടെ അടിത്തറ തോണ്ടുന്നതും നിലനിൽക്കാത്തതുമായ രീതിയാണ്.